ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തതിൻ്റെ ബാക്കിയാണ്. അതായത് പെർഫോമൻസ് ഓഫ് കോൺട്രാക്റ്റ് എന്നുള്ള ചാപ്റ്ററിൻ്റെ അവസാനം നമ്മൾ ഡിസ്കസ് ചെയ്തത് എസെൻഷ്യൽസ് ഓഫ് എ വാലിഡ് കോൺട്രാക്റ്റ് എന്നുള്ളതാണ്. ഒരു വാലിഡ് കോൺട്രാക്റ്റിൻ്റെ എസെൻഷ്യൽസ്, ഒരു വാലിഡ് കോൺട്രാക്റ്റിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയെന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹൂ മേ പെർഫോം ദ കോൺട്രാക്റ്റ്. ആർക്കെല്ലാമാണ് ഒരു കോൺട്രാക്റ്റ് പെർഫോം ചെയ്യാൻ പറ്റുക? അതായത് ഒരു കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, രണ്ടോ അതിലധികമോ വ്യക്തികൾ തമ്മിലുള്ള ഒരു ധാരണയാണ്, ഒരു കരാറാണ്. എന്തെങ്കിലും ഒരു കാര്യം പെർഫോം ചെയ്യാം എന്നുള്ളത് അല്ലേ. അത് ചിലപ്പോൾ എന്തായിരിക്കും, എന്തെങ്കിലും ഒരു സാധനം ഇന്ന ഡേറ്റിൽ വിൽക്കാം എന്നായിരിക്കും, അല്ലെങ്കിൽ എന്ത് ചെയ്യും, ഇന്ന ഒരു പ്രത്യേക ഡേറ്റിൽ അല്ലെങ്കിൽ ഒരു പ്രത്യേക സമയത്ത് അവർ തമ്മിൽ എന്തെങ്കിലും സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യാമെന്നായിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോഗ്രാം അവതരിപ്പിക്കാം എന്നായിരിക്കും. എന്തുമായിരിക്കാം വ്യക്തികൾ തമ്മിലുള്ള കരാർ. ഈ കരാർ ആർക്കൊക്കെ പെർഫോം ചെയ്യാൻ അധികാരമുണ്ട് എന്ന് ഒന്നാമത് പ്രോമിസർ. അതായത് ആ പ്രോഗ്രാം അല്ലെങ്കിൽ ആ ഒരു ആക്ടിവിറ്റി പെർഫോം ചെയ്യാമെന്ന് കരാർ പറഞ്ഞിട്ടുള്ള വ്യക്തി തന്നെയാണ് ഒന്നാമത്തെ വ്യക്തി, പ്രോമിസർ. പ്രത്യേകിച്ച് പേഴ്സണൽ സ്കില്ല് ഒക്കെ ഉള്ള ഒരു സംഗതിയാണ്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു വ്യക്തി പറയുകയാണ്, എ എന്ന് പറഞ്ഞ വ്യക്തി ബി എന്ന വ്യക്തിയോട് ബി എന്ന വ്യക്തി നടത്തുന്ന ഏതെങ്കിലും ഒരു പ്രോഗ്രാമിൽ പാട്ട് പാടാമെന്ന് കരാറ് ചെയ്ത് ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെട്ട് പറഞ്ഞത്, ബി നടത്തുന്ന ഒരു ഫംഗ്ഷനിൽ പാട്ട് പാടാമെന്ന് എ കരാറ് ചെയ്ത്, അതായത് എ പാടാമെന്ന് പറഞ്ഞു. എ ഒരു പാട്ടുകാരനാണ്. അതുകൊണ്ട് തന്നെ ആ പറഞ്ഞ ദിവസം പറഞ്ഞ സമയത്ത് ചെന്നിട്ട് ആ പാട്ട് പാടുക എന്നുള്ളത് എൻ്റെ ഡ്യൂട്ടിയാണ്. അത് തന്നെ ചെയ്യണം. മനസ്സിലായില്ലേ? കാരണം എന്താ, അത് പേഴ്സണൽ സ്കില്ലാണ്. അത് ഇപ്പോൾ എക്ക് വേറൊരാളെ ഏൽപ്പിക്കാൻ പറ്റില്ല. കാരണം പാട്ട് പാടുക എന്നുള്ളത് ഒരു വ്യക്തിൻ്റെ ഒരു സ്കില്ലാണ്. അപ്പോൾ അത് അയാൾക്ക് പകരം വേറെ ആരെങ്കിലും പാടിയാൽ ശരിയാവില്ല അല്ലേ. അപ്പോൾ അത് അയാൾക്ക് മാത്രമുള്ള സ്കില്ല. അപ്പോൾ അത്തരത്തിലുള്ളത്, പ്രത്യേകിച്ചും അത്തരത്തിലുള്ള പേഴ്സണൽ സ്കില്ല് ആവശ്യമായ ആക്ടിവിറ്റി ആണെങ്കിൽ അത് പെർഫോം ചെയ്യേണ്ടത് പ്രോമിസർ തന്നെയാണ്. ആരാണോ പെർഫോം ചെയ്യാമെന്ന് വാഗ്ദാനം ചെയ്തിട്ടുള്ളത് ആ വ്യക്തി തന്നെയാണ്. രണ്ടാമത്തത് ലീഗൽ റെപ്രസെൻറ്റേറ്റീവ്. അതായത് ഇത്തരത്തിലുള്ള പേഴ്സണൽ സ്കില്ല്, കോൺഫിഡൻസ് ഇതൊന്നും ആവശ്യമില്ലാത്തതാണെങ്കിൽ കരാർ ചെയ്യപ്പെട്ട വ്യക്തിയുടെ ലീഗൽ റെപ്രസെൻറ്റേറ്റീവിനും, അതായത് പ്രോമിസറുടെ ലീഗൽ റെപ്രസെൻറ്റേറ്റീവിനും വേണമെങ്കിൽ ആ എന്താണോ കരാറിൽ പറഞ്ഞിട്ടുള്ളത് ആ കാര്യം ചെയ്യാം. ഒരു എക്സാമ്പിൾ പറയുകയാണ്, എ ബിനോട് പറഞ്ഞ്, അടുത്ത സൺഡേയിൽ ഞാൻ നിനക്ക് 10 കിലോ ആപ്പിള് വിൽക്കാമെന്ന് പറഞ്ഞ്. എക്ക് വേണമെങ്കിൽ ആ ഡേറ്റിൽ എയുടെ ലീഗൽ റെപ്രസെൻറ്റേറ്റീവ്, അതായത് എയുടെ സഹോദരനെയോ മറ്റൊക്കെ സാധനം ബിക്ക് സപ്ലൈ ചെയ്യാൻ വേണ്ടി ഏൽപ്പിക്കാം. കാരണം അവിടെ എ തന്നെ വേണമെന്നില്ല, അദ്ദേഹത്തിൻ്റെ ലീഗൽ റെപ്രസെൻറ്റേറ്റീവ് ചെയ്താലും മതി. കാരണം ബീനെ സംബന്ധിച്ചിടത്തോളം ബിക്ക് ആ സാധനം കിട്ടിയാലും മതി, അത് എ തന്നെ നൽകണം എന്നൊന്നുമില്ല. ഓക്കെ. കാരണം അവിടെ സ്കില്ലോ കോൺഫിഡൻസോ എന്നും ആവശ്യമുള്ള ജോലിയല്ല. അവിടെ എന്താണോ ഓഫർ ചെയ്ത സാധനം ആ സാധനം കിട്ടുക എന്നുള്ളതാണ്. അപ്പോൾ പ്രോമിസറുടെ ലീഗൽ റെപ്രസെൻറ്റേറ്റീവ് ചെയ്താലും മതി. അപ്പോൾ രണ്ടാമത്തെ ആൾ ലീഗൽ റെപ്രസെൻറ്റേറ്റീവാണ്. മൂന്നാമത്തത് പ്രോമിസേഴ്സ് ഏജൻറ്റ്. പ്രോമിസർക്ക് അദ്ദേഹത്തിന് ഒരു ഏജൻറ്റിനെ വേണമെങ്കിൽ വെക്കാം. അതും എങ്ങനെ? ഇത്തരത്തിൽ പേഴ്സണൽ സ്കില്ലുകൾ ആവശ്യമില്ലാത്ത കരാറിൽ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. പേഴ്സണൽ സ്കില്ല് ആവശ്യമുള്ളിടത്ത് പ്രോമിസർ തന്നെ ചെയ്യണം. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്, പാട്ട് പാടുക, ഡാൻസ് ചെയ്യുക, അല്ലെങ്കിൽ വേറൊരാളെ വിവാഹം കഴിക്കാമെന്നുള്ള കരാറ്. ഇതൊക്കെ ആ കരാർ ചെയ്ത വ്യക്തി തന്നെ ചെയ്യണം. അതങ്ങനെയാണല്ലോ, അല്ല മറ്റു വ്യക്തികൾ ചെയ്തിട്ട് കാര്യം ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തരത്തിലല്ലാത്തത് ആണെങ്കിൽ, പേഴ്സണൽ സ്കില്ലൊന്നും ആവശ്യമില്ലാത്ത, അല്ലാതെ ഒരാൾ പേഴ്സണലായിട്ട് ചെയ്യേണ്ട കാര്യമല്ലാത്തത് അയാളുടെ ഏജൻറ്റിന് വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ അതാണ് പ്രോമിസർ ഏജൻറ്റ്. നാലാമത്തത് തേർഡ് പേഴ്സൺ. ഇതേപോലെ മറ്റൊരു തേർഡ് പേഴ്സണും വേണമെങ്കിൽ ചെയ്യാം. ഒരു വ്യക്തി, ഇപ്പോൾ ഒരാൾ എ എന്ന് പറഞ്ഞ വ്യക്തി ബി എന്ന വ്യക്തിക്ക് ഒരു 50,000 രൂപ കടം കൊടുക്കാനുണ്ട്. എ അത് ഇന്ന ഡേറ്റിൽ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തെങ്കിലും പ്രശ്നം കൊണ്ട് എക്ക് കൊടുക്കാൻ കഴിയാഞ്ഞാൽ, അല്ലെങ്കിൽ എയുടെ അസാന്നിധ്യത്തിൽ വേറൊരു തേർഡ് പേഴ്സണ് എക്ക് പകരമായി ഈ ക്യാഷ് ബിക്ക് കൊടുക്കാം. ഓക്കെ. അടുത്തത് ജോയിൻറ്റ് പ്രോമിസേഴ്സ്. ഓക്കെ. ജോയിൻറ്റ് പ്രോമിസേഴ്സ് എന്ന് പറയുമ്പം നിങ്ങൾക്കറിയാം, ഏതെങ്കിലും ഒരു
വ്യക്തികൾ, കുറേ വ്യക്തികൾ കൂടി ചേർന്നാണ്ട് പ്രോമിസ് ചെയ്യുന്നതിനാണ് ജോയിൻ്റ് പ്രോമിസേഴ്സ് എന്ന് പറയുക. അതായത് ഇപ്പം രണ്ടിൽ കൂടുതൽ വ്യക്തികൾ, രണ്ടോ അതിലധികമോ വ്യക്തികൾ ചേർന്നിട്ട് എന്ത് ചെയ്യാം, ഒരു കരാറിൽ ഏർപ്പെടുക. ഇത്തരം കേസുകളിൽ എന്ത് ചെയ്യാം, വേണമെങ്കിൽ ഒന്നിച്ച് ആ ഇപ്പോൾ ഒരു 4 പേരാണ് ഒരുമിച്ചിട്ടാണ് എന്തെങ്കിലും ഒരു കാര്യം പെർഫോം ചെയ്യാമെന്ന് പറഞ്ഞിട്ടുള്ളത്. ഒരു സാധനം വിൽക്കാം എന്നുള്ളത് ഒരു 4 പേര് കൂടി ചേർന്നിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. എന്ത് ചെയ്യാം, ഞങ്ങൾ ഇന്ന ഡേറ്റിൽ നിങ്ങൾക്ക് സാധനം എത്തിച്ച് തരാമെന്ന്. ഓക്കെ, അപ്പോൾ ആ ഡേറ്റ് ആകുന്ന സമയത്ത് ഒന്നെങ്കിൽ ഈ 4 പേർക്കും എന്ത് ചെയ്യാം, ഒരുമിച്ചിട്ട് ആ കാര്യം ചെയ്യാം. ഇനി അതല്ല, ഇതിൽ 4 പേരിൽ ഏതെങ്കിലും ഒരു വ്യക്തിക്ക് എന്തെങ്കിലും അപകടം സംഭവിക്കുകയോ മരണം സംഭവിക്കുകയോ ചെയ്താൽ ബാക്കി 3 വ്യക്തികൾ ഒരുമിച്ചിട്ടും, അതേപോലെ 4ാമത്തെ വ്യക്തിയുടെ ലീഗൽ റെപ്രസെൻറ്റേറ്റീവ് അല്ലെങ്കിൽ അയാളുടെ ഏജൻറ്റും ബാക്കിയുള്ള ഈ 3 പേരും കൂടി ചേർന്നിട്ട് ചെയ്യാം. അല്ലെങ്കിൽ ഇനി ഈ 4 പേർക്കും എന്തെങ്കിലും സംഭവിച്ചാൽ, അപകടം സംഭവിക്കുകയോ മരണം സംഭവിക്കുകയോ ചെയ്താൽ ഇവരുടെ 4 പേർക്കും 4 പേരുടെയും ലീഗൽ റെപ്രസെൻറ്റേറ്റീവിന് വന്നിട്ട് എന്ത് ചെയ്യാം, ആ കരാറ് പൂർത്തിയാക്കാം. അപ്പോൾ ഇവരൊക്കെയാണ് എന്തുള്ളത്, ആർക്കൊക്കെയാണ് ഒരു കോൺട്രാക്റ്റ് പെർഫോം ചെയ്യാൻ പറ്റുക എന്നുള്ളത് നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ആർക്കൊക്കെയാണ്, ഒന്ന് പ്രോമിസർ അല്ലേ, പ്രോമിസർ ആരാണോ കരാർ ഒരു പെർഫോമൻസ് ചെയ്യാമെന്ന് കരാർ ചെയ്തിട്ടുള്ളത് അയാൾ. രണ്ടാമത്തത് ലീഗൽ റെപ്രസെൻറ്റേറ്റീവ്, പ്രോമിസറുടെ ലീഗൽ റെപ്രസെൻറ്റേറ്റീവ് ആയിട്ടുള്ള വ്യക്തിക്ക്. മൂന്നാമത്തത് പ്രോമിസേഴ്സ് ഏജൻറ്റ്, പ്രോമിസറുടെ ഏജൻറ്റിന്. നാലാമത്തത് തേർഡ് പേഴ്സൺ, പ്രോമിസർക്ക് പകരമായിട്ട് ഒരു തേർഡ് പേഴ്സണും എന്ത് ചെയ്യാം, ആ കരാറ് പൂർത്തീകരിക്കാം. അടുത്തത് ജോയിൻ്റ് പ്രോമിസേഴ്സ്, കൂടുതൽ ആളുകൾ ഒരുമിച്ച്, 2ഓ അതിലധികമോ ആളുകൾ ഒരുമിച്ചിട്ടുള്ള ഒരു പ്രോമിസ് ആണെങ്കിൽ അവർക്ക് ഒരുമിച്ച് വേണമെങ്കിൽ ചെയ്യാം. അല്ലെങ്കിൽ അതിൽ ഏതെങ്കിലും ഒരാൾക്ക് മരണം സംഭവിച്ചാൽ അയാൾക്ക് പകരമായിട്ട് ഒരു ലീഗൽ റെപ്രസെൻറ്റേറ്റീവിന് വെക്കാം. അതല്ലെങ്കിൽ ഈ 3 പേർക്കും അല്ലെങ്കിൽ മുഴുവൻ ആളുകൾക്കും, മുഴുവൻ ജോയിൻ്റ് പ്രോമിസേഴ്സിനും എന്തെങ്കിലും അപകടം സംഭവിക്കുകയോ മരിക്കുകയോ ചെയ്താൽ ഇവർക്ക് എല്ലാവർക്കും പകരമായിട്ട് അവരുടെ ലീഗൽ റെപ്രസെൻറ്റേറ്റീവുകൾക്ക് ഒരുമിച്ച് നിന്നിട്ട് എന്ത് ചെയ്യാം, ഈ കരാറ് പൂർത്തിയാക്കാം. ഓക്കെ, അടുത്തത് ഹൂ ക്യാൻ ഡിമാൻഡ് പെർഫോമൻസ് ഓഫ് എ കോൺട്രാക്റ്റ്. ആർക്കൊക്കെയാണ് ഒരു കോൺട്രാക്റ്റ് പെർഫോം ചെയ്യാൻ വേണ്ടി ഡിമാൻഡ് ചെയ്യാൻ പറ്റുക. അതായത് 2 വ്യക്തികൾ, 2ഓ അതിലധികമോ വ്യക്തികൾ തമ്മിൽ കരാറിൽ ഏർപ്പെടുമ്പോൾ ഒരു നിശ്ചിത സമയം ആയാൽ ആ കരാർ നിറവേറ്റാൻ വേണ്ടി ആവശ്യപ്പെടാം. അങ്ങനെ ആർക്കൊക്കെ ആവശ്യപ്പെടാം എന്നാണ് പറയുന്നത്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, എ എന്ന് പറഞ്ഞ വ്യക്തി ബി എന്ന് പറഞ്ഞ വ്യക്തിയോട് പറയുന്നു, അടുത്ത മാസം 15-ാം തീയതി ഞാൻ നിങ്ങൾക്ക് 50,000 രൂപ തരാം എന്നാണ് കരാറ്. അടുത്ത നെക്സ്റ്റ് മന്ത് 15-ാം തീയതി ആകുന്ന സമയത്ത് ബിക്ക് എന്ത് ചെയ്യാം, ബി ഇവിടെ പ്രോമിസ് ചെയ്യാണ് അല്ലേ, എ ആണ് പ്രോമിസർ. എ ബിനോട് പറഞ്ഞേക്കാണ് ഞാൻ നിനക്ക് 50,000 രൂപ തരാമെന്ന്. അപ്പോൾ പ്രോമിസി ആയിട്ടുള്ള ബിക്ക് എന്ത് ചെയ്യാം, എനോട് ആവശ്യപ്പെടാം. എന്ത്, അടുത്ത മാസം 15-ാം തീയതി ആകുന്ന സമയത്ത് എന്ത് 50,000 രൂപ തരാൻ വേണ്ടി ആവശ്യപ്പെടാം. കാരണം എന്താ, എ പറഞ്ഞിട്ടുണ്ട് ബിനോട് എന്ത്, ഞാൻ എനിക്ക് 50,000 രൂപ തരാം എന്നുള്ളത്. അപ്പോൾ ബി ഇവിടെ പ്രോമിസിയാണ്, എ പ്രോമിസറാണ്. അപ്പോൾ ബിക്ക് ആവശ്യപ്പെടാം എന്ത്, എനോട് ആ പെർഫോമൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് 50,000 രൂപ തരാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ വ്യക്തി പ്രോമിസിയാണ്. പ്രോമിസിക്ക് ആ പെർഫോമൻസ് ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെടാം, അല്ലെങ്കിൽ ആ കോൺട്രാക്റ്റ് പറഞ്ഞ രീതിയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെടാം. രണ്ടാമത്തത് ലീഗൽ റെപ്രസെൻറ്റേറ്റീവ്. പ്രോമിസിയുടെ അഭാവത്തിൽ, പ്രോമിസിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അല്ലെങ്കിൽ പ്രോമിസിക്ക് വല്ല മരണവും സംഭവിച്ചാൽ അദ്ദേഹത്തിൻ്റെ ലീഗൽ റെപ്രസെൻറ്റേറ്റീവിന് ആ പെർഫോമൻസ് പൂർത്തിയാക്കാൻ വേണ്ടിയിട്ട് പ്രോമിസറോട് ആവശ്യപ്പെടാം. അടുത്തത് തേർഡ് പാർട്ടി. ഏതെങ്കിലും തേർഡ് പാർട്ടിക്ക്, ഓക്കെ, പ്രോമിസിക്ക് പകരമായിട്ടുള്ള തേർഡ് പാർട്ടിക്ക് എന്ത് ചെയ്യാം, ആ പെർഫോമൻസ് നടത്താൻ വേണ്ടിയിട്ട് ആവശ്യപ്പെടാം. അടുത്തത് ജോയിൻ്റ് പ്രോമിസീസ്. ഇനി ജോയിൻ്റ് പ്രോമിസീസ് ആണുള്ളത്, അതായത് ഒരുപാട് പ്രോമിസീസ് ഉണ്ട്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, എ എന്ന് പറഞ്ഞ വ്യക്തി പിന്നെ 3 വ്യക്തികളോട്, അതായത് ബി സി ഡി, ഈ 3 വ്യക്തികളോട് എ പറഞ്ഞു, അടുത്ത മാസം 15-ാം തീയതി ഞാൻ നിങ്ങൾക്ക് 50,000 രൂപ തരാം.
ഓക്കെ. അങ്ങനെ അടുത്ത മാസം 15-ാം തീയതി ആവുമ്പോൾ ആ പറഞ്ഞ ഡേറ്റ് ആകുന്ന സമയത്ത് ഈ 3 പ്രോമിസീസിനും, അതായത് ബിക്കും സിക്കും ഡിക്കും എന്ത് ചെയ്യാം, ഒരുമിച്ചിട്ട് എനോട് ആവശ്യപ്പെടാം എന്ത്, ആ 50,000 രൂപ തരാൻ. ഓക്കെ. ഇനി ഇതിൽ ഒരാൾ മരിച്ചു എന്ന് കരുതിക്കുക. എക്സാമ്പിൾ പറയാം, ബി മരിച്ചു. അപ്പോൾ ബിയുടെ ലീഗൽ റെപ്രസെൻറ്റേറ്റീവിന് ബാക്കിയുള്ള സിനോടും ഡിനോടും ചേർന്ന് നിന്നുകൊണ്ട് ആ 50,000 രൂപ തരാൻ വേണ്ടിയിട്ട് എനോട് ആവശ്യപ്പെടാം. ഓക്കെ. ഇനി ഈ 3 പ്രോമിസീസും, അതായത് ബിയും സിയും ഡിയും എന്തെങ്കിലും കാര്യം കൊണ്ട് ആബ്സെൻ്റ് ആയാൽ, അല്ലെങ്കിൽ അവർക്ക് വല്ല അപകടമോ മരണമോ സംഭവിച്ചാൽ അവർക്ക് പകരമായി അവരുടെ ലീഗൽ റെപ്രസെൻറ്റേറ്റീവിന് എന്ത് ചെയ്യാം, ആ പറഞ്ഞ വാഗ്ദാനം പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് എനോട് ആവശ്യപ്പെടാം. അപ്പം ആർക്കൊക്കെയാണ് ഒരു കോൺട്രാക്റ്റ് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെടാനുള്ള അധികാരമുള്ളത്? ഒന്ന് പ്രോമിസി, ഓക്കെ. രണ്ടാമത്തത് ലീഗൽ റെപ്രസെൻറ്റേറ്റീവ്, പ്രോമിസിയുടെ ലീഗൽ റെപ്രസെൻറ്റേറ്റീവ്. മൂന്നാമത്തത് തേർഡ് പാർട്ടി. നാലാമത്തത് ജോയിൻ്റ് പ്രോമിസീസ്. ഓക്കെ. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ടൈം ആൻഡ് പ്ലേസ് ഓഫ് പെർഫോമൻസ്. ഒരു കോൺട്രാക്റ്റിലെ അല്ലെങ്കിൽ ഒരു പെർഫോമൻസിലെ ടൈമും പ്ലേസും. നിങ്ങൾക്കറിയാം, ഒരു കരാറിൽ ഏർപ്പെടുന്ന സമയത്ത് ആ കരാർ ഏത് സമയത്ത് ചെയ്യും, ആ കരാർ ഏത് സ്ഥലത്ത് വെച്ച് ചെയ്യും എന്നുള്ളത് വളരെ നിർണായകമായ കാര്യമാണ്. ഓക്കെ. അപ്പോൾ ഇവിടെ നമ്മൾ പറയാൻ പോകുന്നത് ഒരു 3-4 കണ്ടീഷനാണ്. ഈ കണ്ടീഷനിലൊക്കെ എങ്ങനെയാണ് നമ്മൾ ടൈമും സ്ഥലവും തീരുമാനിക്കുന്നത് എന്നുള്ളതാണ്. ഒന്നാമത്തത് പറഞ്ഞത്, വെൻ നോ ടൈം ഈസ് സ്പെസിഫൈഡ് ആൻഡ് ആൾസോ നോ റിക്വസ്റ്റ് ഈസ് ടു ബി മെയ്ഡ് ബൈ ദി പ്രോമിസി. അതായത് ഒരു പെർഫോമൻസ് അല്ലെങ്കിൽ ഒരു കോൺട്രാക്റ്റ്, ആ കോൺട്രാക്റ്റിൽ എന്ത് ചെയ്തിട്ടില്ല, നോ ടൈം ഈസ് സ്പെസിഫൈഡ്, ടൈമിനെ കുറിച്ച് കൃത്യമായിട്ട് പറഞ്ഞിട്ടേ ഇല്ല. അതേപോലെ പ്രോമിസി എന്ത് ചെയ്തിട്ടില്ല, ആ ഒരു കരാറ് നടത്താൻ വേണ്ടിയിട്ട് ആവശ്യപ്പെട്ടിട്ടില്ല. മനസ്സിലായല്ലോ എന്താ അവസ്ഥ എന്ന് പറഞ്ഞാൽ? എപ്പോഴാണ് ആ കരാറ് പറഞ്ഞിട്ടുള്ള കരാറ് ചെയ്യേണ്ടതെന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടില്ല, എന്നാൽ ആ കരാറ് ചെയ്യാൻ വേണ്ടി പ്രോമിസി ആവശ്യപ്പെട്ടിട്ടില്ല. ഈ 2 സാഹചര്യത്തിൽ പിന്നെ എന്താ ചെയ്യാന്നുള്ളത്, പ്രോമിസർക്ക് ചെയ്യാനുള്ളത് അതിന് ഒരു റീസണബിൾ ആയിട്ടുള്ള സമയം കണ്ടെത്തിയാണ്ട് ആ സമയത്ത് എന്ത് ചെയ്യുക, ആ കരാറ് പൂർത്തീകരിക്കുക എന്നുള്ളത്. അപ്പോൾ എപ്പോഴാണ് റീസണബിൾ ടൈം എന്ന് നമ്മളെങ്ങനെ മനസ്സിലാക്കുക? അത് എന്താണോ കരാറ്, ആ കരാറിൻ്റെ സ്വഭാവത്തിനനുസരിച്ചായിരിക്കും. ചിലപ്പോൾ ചില സാധനങ്ങൾ വിൽക്കുക എന്ന് പറഞ്ഞിട്ടുള്ളതാണെങ്കിൽ അത് പെട്ടെന്ന് കേടുവന്ന് പോകുന്ന സാധനമോ അല്ലെങ്കിൽ അത്യാവശ്യമായി ലഭിക്കേണ്ട സാധനം ആണെങ്കിൽ എന്ത് ചെയ്യും, പെട്ടെന്ന് ആ കരാറ് ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ കുറച്ച് ഡിലേ ആയാലും പ്രശ്നമില്ലാത്തതാണെങ്കിൽ എന്ത് ചെയ്യും, കുറച്ച് താമസിച്ചും വേണമെങ്കിൽ കരാറ് പൂർത്തിയാക്കാം. ഓക്കെ. അപ്പം പ്രത്യേക ഇന്ന സമയം ഒന്നും പറഞ്ഞിട്ടുമില്ല. പ്രോമിസി ആണെങ്കിൽ കരാറ് പൂർത്തീകരിക്കാൻ പെർഫോം ചെയ്യാൻ ആവശ്യപ്പെട്ടിട്ടില്ലെങ്കിൽ പിന്നെയുള്ളത് ഒരു റീസണബിളായ ടൈം, ഒരു ന്യായമായ സമയം നോക്കിയിട്ട് ആ സമയത്ത് കരാറ് പൂർത്തീകരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ എപ്പോഴാണ് ന്യായമായ ടൈം എന്ന് വെച്ചാൽ അത് എന്താണോ കരാറ്, ആ കരാറിൻ്റെ സ്വഭാവത്തിനനുസരിച്ചിരിക്കും. ഓക്കെ. രണ്ടാമത്തെ സാഹചര്യം എന്ന് പറഞ്ഞാൽ വേർ ടൈം ഈസ് സ്പെസിഫൈഡ് ബട്ട് നോ റിക്വസ്റ്റ് ഈസ് ടു ബി മെയ്ഡ് ബൈ ദി പ്രോമിസി. അതായത് ഇന്ന സമയത്ത് നിന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതായത് എക്സാമ്പിൾ പറയാം, അടുത്ത ഫെബ്രുവരി 15-നാണ് നമ്മൾ കരാറ്, അതായത് ഈ കരാറിൽ പറഞ്ഞിട്ടുള്ള കാര്യം ചെയ്യേണ്ടത് എന്നുള്ളത് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഫെബ്രുവരി 15 അല്ലെങ്കിൽ ഫെബ്രുവരി 15 ആകാനായിട്ടും ഒന്നും എന്തില്ല, പ്രോമിസി ആ കരാറ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നും ആവശ്യപ്പെടുന്നില്ല. ഓക്കെ, മനസ്സിലായോ? അതായത് ഇപ്പോൾ എ എന്ന് പറഞ്ഞ വ്യക്തി ബി എന്ന വ്യക്തിയോട് പറഞ്ഞ് അടുത്ത മാസം ഫെബ്രുവരി 15-ന് ഞാൻ നിനക്ക് 10,000 രൂപയുടെ സാധനം സപ്ലൈ ചെയ്യാം, എ ബിനോട് പറഞ്ഞു. എന്നാൽ 15-ാം തീയതി ആയിട്ടും ബി എന്ത് ചെയ്തിട്ടില്ല, എനോട് ആ സാധനം എത്തിക്കാനൊന്നും ആവശ്യപ്പെട്ടിട്ടില്ല. അങ്ങനത്തെ സാഹചര്യത്തിൽ പിന്നെ എന്താണ് ചെയ്യുക? പിന്നെ എക്ക് ചെയ്യാനുള്ളത് ആ പറഞ്ഞ 15-ാം തീയതി എന്ത് ചെയ്യുക, ആ സാധനം ബിയുടെ വെയർ ഹൗസിൽ അല്ലെങ്കിൽ ബിയുടെ ഷോപ്പിലേക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. ഓക്കെ. പക്ഷേ ബി ഒരു നിശ്ചിത ബിസിനസ് അവർ ഉണ്ടാവുമല്ലോ, ഒരാൾ ഒരു ഷോപ്പൊക്കെ അടക്കുന്ന ഒരു സമയം ഉണ്ടാവുമല്ലോ, ആ അടക്കുന്ന സമയത്തിൻ്റെ മുമ്പ് എന്ത് ചെയ്യണം,
ബി എ ബിക്ക് ആ സാധനം എത്തിച്ചു കൊടുക്കണം. ഓക്കെ, അപ്പോൾ എ ബി ആവശ്യപ്പെട്ടിട്ടില്ലെങ്കിലും എന്ത് ചെയ്യും, അങ്ങനെ കരാറ് പൂർത്തിയാക്കാം. ഓക്കെ, കാരണം എന്താ, സമയം കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് എന്ത് ചെയ്യുക, ബി ആവശ്യപ്പെട്ടിട്ടില്ലെങ്കിലും എക്ക് ആ സാധനം സപ്ലൈ ചെയ്യാം. ഓക്കെ, അടുത്തത് വേർ ടൈം ഈസ് സ്പെസിഫൈഡ് ബട്ട് എ റിക്വസ്റ്റ് ഈസ് ടു ബി മെയ്ഡ് ബൈ ദി പ്രോമിസി. വേറൊരു കാര്യം, ടൈം കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, പക്ഷേ കരാർ ചെയ്തപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ട് പ്രോമിസി ആവശ്യപ്പെട്ടാൽ മാത്രമേ കരാർ പൂർത്തിയാക്കൂന്ന്. എക്സാമ്പിൾ പറയാം, ഞാനൊരു വ്യക്തിയോട് പറഞ്ഞു, ഞാൻ ഈ മാസം അവസാനം നിനക്ക്, അതായത് ജനുവരി 31 ഒരു 100 ബാഗ് ഞാൻ നിനക്ക് എന്ത് ചെയ്യാം, സപ്ലൈ ചെയ്യാമെന്ന് വാഗ്ദാനം ചെയ്ത്. പക്ഷെ ഞാൻ ആ വ്യക്തിയോട് പറഞ്ഞിട്ടുണ്ട് ജനുവരി 31 നീ എന്നെ വിളിച്ച് ആവശ്യപ്പെട്ടാൽ മാത്രമേ ഞാൻ സപ്ലൈ ചെയ്യുള്ളൂ എന്നും അതേ സമയത്ത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ജനുവരി 31 ഞാൻ കരാറിൽ ഏർപ്പെട്ട ആ പ്രോമിസി, ആർക്കാണോ ഞാൻ സാധനം എത്തിച്ചു കൊടുക്കുന്നത്, ആ പ്രോമിസി എന്നോട് വിളിച്ച് ആവശ്യപ്പെട്ടാൽ മാത്രമേ എനിക്ക് എന്ത് ചെയ്യേണ്ട ആവശ്യമുള്ളൂ, ആ കരാറ്, ആ ഡ്യൂട്ടി, ആ ബാഗ് അയാൾക്ക് 100 ബാഗ് അയാൾക്ക് എത്തിച്ചു കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. അയാൾ റിക്വസ്റ്റ് ഒന്നും ചെയ്തിട്ടില്ല വെച്ചെങ്കിൽ എന്ത് ചെയ്യാം, എനിക്ക് അത് എത്തിച്ചു കൊടുക്കേണ്ട ഡ്യൂട്ടി ഇല്ല. കാരണം ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ട് പ്രോമിസി ഇന്ന ഡേറ്റിൽ എത്തിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും പ്രോമിസി ആവശ്യപ്പെടണം എന്നുള്ളത് ഞാൻ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ കൃത്യമായി പറഞ്ഞത് കൊണ്ട് അയാൾ ആവശ്യപ്പെട്ടാൽ മാത്രമേ ആ പറഞ്ഞ ഡേറ്റിൽ എത്തിക്കേണ്ടതുള്ളൂ. അടുത്തത് വേർ നോ പ്ലേസ് ഈസ് സ്പെസിഫൈഡ് ആൻഡ് ആൾസോ നോ റിക്വസ്റ്റ് ടു ബി മെയ്ഡ് ബൈ ദി പ്രോമിസി. അടുത്തത് ഏത് സ്ഥലത്ത് വെച്ചാണ് കരാർ പെർഫോം ചെയ്യേണ്ടത് എന്നുള്ളത് എന്ത് ചെയ്തിട്ടില്ല, കൃത്യമായി പറഞ്ഞിട്ടില്ല. അതേപോലെ തന്നെ പ്രോമിസി എന്ത് ചെയ്യേണ്ട ആവശ്യവുമില്ല, ആ കരാർ പൂർത്തിയാക്കാൻ റിക്വസ്റ്റ് ചെയ്യേണ്ട ആവശ്യവുമില്ല. ഈ രണ്ട് കേസിൽ എന്താ ചെയ്യാന്ന്, അതായത് എവിടെ വെച്ച് കരാർ ചെയ്യണമെന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടില്ല. ഓക്കെ, അങ്ങനത്തെ കേസിൽ എന്താ ചെയ്യുക? ഒരു എക്സാമ്പിൾ പറയാം, എ ബി എന്ന വ്യക്തിയോട് പറഞ്ഞ് ഞാൻ നിനക്ക് 100 ബാഗ് സപ്ലൈ ചെയ്യാം. ഓക്കെ, 100 ബാഗ് സപ്ലൈ ചെയ്യാമെന്ന് പറഞ്ഞ് എവിടെ വെച്ചിട്ട് സപ്ലൈ ചെയ്യാം, പിന്നെ ഏത് സമയത്ത് സപ്ലൈ ചെയ്യാം, ഒരു കാര്യവും പറഞ്ഞിട്ടില്ല, സപ്ലൈ ചെയ്യാമെന്നേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ പിന്നെ എന്താ ചെയ്യുക, എക്ക് ചെയ്യാനുള്ള ഏക മാർഗം, എ ആ 100 ബാഗ് സപ്ലൈ ചെയ്യാൻ താല്പര്യപ്പെടുന്ന സമയത്ത് ബീനെ കോണ്ടാക്ട് ചെയ്താണ്ട് ഒരു സമയം ഒരു സ്ഥലം പറയാം, ഒരു സ്ഥലം എന്ത് ചെയ്യുക, നിശ്ചയിക്കാൻ പറയാം. ആ സ്ഥലം നിശ്ചയിച്ചിട്ട് അവിടെ പോയിട്ട് എന്ത് ചെയ്യുക, ആ സാധനം ബിക്ക് കൈമാറുക എന്നത് ചെയ്യാൻ പറ്റും. ഓക്കെ, അടുത്തത് പെർഫോമൻസ് ഇൻ ദ മാനർ ഓർ അറ്റ് ദ ടൈം പ്രിസ്ക്രൈബ്ഡ് ഓർ സാങ്ഷൻഡ് ബൈ ദ പ്രോമിസി. ചില സമയത്ത് എന്ത് ചെയ്തിട്ടുണ്ടാവും, ഒരു കോൺട്രാക്റ്റ് അതായത് ഒരു കോൺട്രാക്റ്റിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് എങ്ങനെ, ഏത് രീതിയിൽ ഏത് സമയത്ത് പിന്നെ ആ കോൺട്രാക്റ്റ് പെർഫോം ചെയ്യണം എന്ന് പ്രോമിസി കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഒരു എക്സാമ്പിൾ പറയാം, എ ബിക്ക് പണം കൊടുക്കാനുണ്ട്, 50,000 രൂപ പണം കൊടുക്കാനുണ്ട്. ബി എനോട് പറഞ്ഞ് എന്താ പറഞ്ഞാൽ, എ ബിക്ക് 50,000 രൂപ കൊടുക്കാനുണ്ട്. ബി എനോട് പറഞ്ഞെന്ത്, അടുത്ത മാസം 15-ാം തീയതി ആ 50,000 രൂപ നീ എനിക്ക് ചെക്കായിട്ട് തരണം എന്ന്. ഓക്കെ, കൃത്യമായിട്ട് പറഞ്ഞു, ബി എനോട് പറഞ്ഞു. അടുത്ത മാസം 15-ാം തീയതി എ ബിക്ക് എന്ത് ചെയ്ത് 50,000 രൂപയുടെ ചെക്ക് കൊടുത്തു. അപ്പോൾ എന്തായി, ആ കോൺട്രാക്റ്റ് കൃത്യമായി പെർഫോം ചെയ്തു. കാരണം എന്താ, ബി പറഞ്ഞ അതേ രീതിയിൽ അതേ സമയത്ത് എന്ത് ചെയ്ത് എ ആ കാര്യം പൂർത്തീകരിച്ചു. ഓക്കെ, അടുത്ത ടോപ്പിക്ക് ടൈം ആസ് എസെൻസ് ഓഫ് കോൺട്രാക്റ്റ്. ടൈം എന്ന് പറഞ്ഞാൽ എപ്പോഴാണ് കോൺട്രാക്റ്റിൻ്റെ എസെൻസ് ആവുക എന്നുള്ളത്. ഓക്കെ, എസെൻസ് എന്ന് പറഞ്ഞാൽ ഏറ്റവും നിർണായകമായത്. ഓക്കെ, ഒരു കോൺട്രാക്റ്റിൽ ചില സമയത്ത് ടൈം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. കണ്ടോ, ടൈം ഈസ് ദ എസെൻസ് ഓഫ് കോൺട്രാക്റ്റ് മീൻസ് ദാറ്റ് ടൈം ഈസ് എസെൻഷ്യൽ ഫാക്ടർ ആൻഡ് ദെയർഫോർ ദ കൺസേൺഡ് പാർട്ടീസ് മസ്റ്റ് പെർഫോം ദെയർ പ്രോമിസ് വിത്തിൻ ദ സ്റ്റിപ്പുലേറ്റഡ് ടൈം. ചില സമയത്ത് എന്തായിരിക്കും, ടൈം എന്നുള്ളത് ഒരു എസെൻഷ്യൽ ഫാക്ടറാണ്. അങ്ങനെ എസെൻഷ്യൽ ഫാക്ടർ ആകുന്ന സമയത്ത്
കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്ന പാർട്ടികൾ ആ പറഞ്ഞ സ്റ്റിപ്പുലേറ്റഡ് ടൈമിൽ, ആ പറഞ്ഞ സമയത്ത്, കൃത്യസമയത്ത് ആ കരാർ പൂർത്തീകരിക്കുക എന്നുള്ളത്, പെർഫോം ചെയ്യുക എന്നുള്ളത് നിർബന്ധമാണ്. ഓക്കെ. The intention to make the time as essence of the contract may be inferred from the nature of items sold, conduct of the parties and surrounding circumstances and or before the contract. Okay. അപ്പോൾ ഒരു കോൺട്രാക്റ്റിൽ ടൈം എപ്പോഴാണ് എസെൻസ് ആകുക, എപ്പോഴാണ് ടൈം എന്നുള്ള കാര്യം വളരെ പ്രധാനപ്പെട്ടതാകുക? അത് ചിലപ്പം വിൽക്കുന്ന സാധനത്തിൻ്റെ സ്വഭാവത്തിനനുസരിച്ചായിരിക്കും അല്ലേ, അല്ലെങ്കിൽ ആ കരാറിൽ ഏർപ്പെടുന്ന പാർട്ടിയുടെ സാഹചര്യത്തിന്, സ്വഭാവത്തിനനുസരിച്ചായിരിക്കാം, അല്ലെങ്കിൽ അപ്പോഴത്തെ ചുറ്റുപാടിനും സാഹചര്യങ്ങൾക്കൊക്കെ അനുസരിച്ചായിരിക്കാം എന്ത് ടൈം ഇമ്പോർട്ടൻ്റ് ആണോ അല്ലേ എന്നുള്ളത്. ഓക്കെ. ഇനി നമ്മൾ പറയാൻ പോകുന്നത് സർക്കംസ്റ്റാൻസസ് വേർ ടൈം ഈസ് എസെൻസ്. ഒരു കോൺട്രാക്റ്റിൽ അല്ലെങ്കിൽ ഒരു പെർഫോമൻസിൽ ടൈം വളരെ പ്രധാനപ്പെട്ടതാകുന്ന സാഹചര്യങ്ങൾ ഏതെല്ലാമാണ്, ഏതെല്ലാം സാഹചര്യങ്ങളിലാണ് ടൈം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാകുന്നത്? ഒന്നാമത്തെ സാഹചര്യം വേർ ദ പാർട്ടീസ് അഗ്രീഡ് ടു ട്രീറ്റ് ദ ടൈം ആസ് എസെൻസ്. ഒന്നാമത്തെ സാഹചര്യം എന്ന് പറഞ്ഞാൽ കോൺട്രാക്റ്റിലുള്ള പാർട്ടികൾ പറഞ്ഞിട്ടുണ്ട് ടൈം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഒരു കോൺട്രാക്റ്റിൽ ആദ്യം പറഞ്ഞിട്ടുണ്ട്. അതായത് എയും ബിയും തമ്മിൽ കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്നു. അത് എന്തെങ്കിലും ഒരു കാര്യം സപ്ലൈ ചെയ്യാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ക്യാഷ് കൊടുക്കാനോ ആ കോൺട്രാക്റ്റിൽ പറഞ്ഞിട്ടുണ്ട് ഇന്ന സമയത്ത് ചെയ്യണം എന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ടൈം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത്തരത്തിലുള്ളൊരു കോൺട്രാക്റ്റ് ആണെങ്കിൽ ആ കൃത്യസമയത്ത് ചെയ്യൽ നിർബന്ധമാണ്. കാരണം അവിടെ ടൈം ഒരു എസെൻസ് ആണ്. കാരണം ആ കോൺട്രാക്റ്റിലുള്ള പാർട്ടീസ് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ടൈം എന്ന് പറഞ്ഞത് ഇവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളത്. രണ്ടാമത്തെ സാഹചര്യം വേർ ഡിലേ ഓപ്പറേറ്റ്സ് ആൻ ഇഞ്ചറി ടു ദ പാർട്ടി. പിന്നെ എപ്പോഴാണ് ടൈം ഇമ്പോർട്ടൻ്റ് ആകുക? എപ്പോഴെങ്കിലും, അതായത് കരാർ കൃത്യസമയത്ത് ചെയ്തിട്ടില്ലെങ്കിൽ ഡിലേ വന്നാൽ അത് ഏതെങ്കിലും ഒരു പാർട്ടിക്ക് നഷ്ടമുണ്ടാക്കും. അങ്ങനത്തെ സാഹചര്യത്തിലും എന്താണ് ടൈം ഇമ്പോർട്ടൻ്റ് ആണ്. അത് പിന്നെ പ്രത്യേകിച്ച് പറഞ്ഞില്ലെങ്കിലും ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ഒരു കരാർ, ആ കരാറിൽ ഏർപ്പെട്ട സമയത്ത് ടൈം ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് പറഞ്ഞിട്ടില്ലെങ്കിലും ഡിലേ വന്നാൽ ഏതെങ്കിലും ഒരു പാർട്ടിക്ക് വലിയ നഷ്ടമുണ്ടാകുന്ന സാഹചര്യമാണെങ്കിൽ അവിടെ ടൈം എന്നുള്ളത് എസെൻസ് തന്നെയാണ്. ഓക്കെ. അടുത്തതോ ഓർ ദ നേച്ചർ ആൻഡ് നെസസിറ്റി ഓഫ് ദ കോൺട്രാക്ട് റിക്വയർസ്. അടുത്തത് സാഹചര്യം, അടുത്ത ടൈം എസെൻസ് ആണ്. വേറൊരു സാഹചര്യമാണ് കോൺട്രാക്റ്റിൻ്റെ സ്വഭാവവും ആവശ്യകതയും എന്താണ് ടൈം അത്ര ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ഒരു കോൺട്രാക്റ്റ്, ആ കോൺട്രാക്റ്റിൻ്റെ സ്വഭാവം അല്ലെങ്കിൽ ആ കോൺട്രാക്റ്റിൻ്റെ സാഹചര്യം എന്താണ്, ടൈം അത്രയും അത്യാവശ്യമായ സാഹചര്യമാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ടൈം എസെൻസ് ആണ് എന്ന് പറഞ്ഞിട്ടില്ലെങ്കിലും ടൈം എന്നുള്ളത് എസെൻസ് ആയിട്ട് പരിഗണിക്കും. ഓക്കെ. ഒരു എക്സാമ്പിൾ പറയാം. എന്താ എക്സാമ്പിൾ പറയാം? ഇപ്പം എ എന്ന് പറഞ്ഞ വ്യക്തി ബി എന്ന് പറഞ്ഞ വ്യക്തിക്ക് 1000 രൂപ അല്ലെങ്കിൽ 10,000 രൂപ കടം കൊടുത്തു. എ എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ത്, എനിക്കൊരു ഹോസ്പിറ്റൽ കേസ് ഉണ്ട്, അതുകൊണ്ട് എന്ത് ചെയ്യണം, ക്യാഷ് പെട്ടെന്ന് തിരിച്ച് വേണ്ടി വരും എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ കൃത്യമായ സമയമൊന്നും പറഞ്ഞിട്ടില്ല. ഓക്കെ. അങ്ങനെ ആ ഒരു ഹോസ്പിറ്റൽ കേസിൻ്റെ സാഹചര്യം വന്നാൽ ബിക്ക് നിർബന്ധമാണെന്ത്, ആ 10,000 രൂപ എക്ക് തിരിച്ചു കൊടുക്കുന്നത്. അവിടെ തിരിച്ചു കൊടുക്കേണ്ട ഡേറ്റ് പ്രത്യേകിച്ച് പറഞ്ഞിട്ടില്ലെങ്കിലും, കാരണം എന്താണ്, അവിടെ സാഹചര്യം എന്ന് പറഞ്ഞത് അത്രയും അത്യാവശ്യമാണ്. കാരണം ഹോസ്പിറ്റൽ കേസാണ്. എ പറഞ്ഞിട്ടുണ്ട് ഹോസ്പിറ്റൽ കേസ് വന്നാൽ എനിക്ക് ക്യാഷ് അത്യാവശ്യമാണെന്ന്. അപ്പോൾ അവിടെ ഡേറ്റും ടൈമും കൃത്യമായിട്ട് പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും സാഹചര്യം വെച്ചിട്ട് അവിടെ ടൈം എന്ന് പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ആ സമയത്ത് തന്നെ ആ കോൺട്രാക്റ്റ് പൂർത്തീകരിക്കണം, അതായത് ആ പൈസ തിരിച്ചു കൊടുക്കണം. ഓക്കെ. അപ്പം ടൈം ഏതൊക്കെ സാഹചര്യത്തിലാണ് ഇമ്പോർട്ടൻ്റ് ആകുക എന്ന് പറഞ്ഞത്? ഒന്നാമത്തത് വേർ ദ പാർട്ടീസ് അഗ്രീഡ് ടു ട്രീറ്റ് ദ ടൈം ആസ് എസെൻസ്. അതായത് ആ കോൺട്രാക്റ്റിൽ ടൈം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കണക്കാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ആ കോൺട്രാക്റ്റിലുള്ള പാർട്ടികൾ തീരുമാനിച്ചിട്ടുണ്ട് ടൈം എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ടതാണ്, ഇന്ന ടൈമിൽ തന്നെ നമുക്ക് ഈ കോൺട്രാക്റ്റ് പൂർത്തീകരിക്കണം എന്ന് ഒരു തീരുമാനിച്ചിട്ടുണ്ട്. ഓക്കെ. രണ്ടാമത്തെ കേസ് വേർ ഡിലേ ഓപ്പറേറ്റ്സ് ആൻ ഇഞ്ചറി ടു ദ പാർട്ടി. അതായത് ടൈം
വൈകിയാൽ ഏതെങ്കിലും ഒരു പാർട്ടിക്ക് നഷ്ടമുണ്ടാക്കും. അങ്ങനത്തെ സാഹചര്യത്തിലും ടൈം വളരെ എസൻസ് ആണ്. മൂന്നാമത്തോ വേർ ദ നേച്ചർ ആൻഡ് നെസസിറ്റി ഓഫ് ദ കോൺട്രാക്ട് റിക്വേഴ്സ്. അതായത് കോൺട്രാക്റ്റിലെ ഏതെങ്കിലും സാഹചര്യത്തിലോ സ്വഭാവത്തിലോ ടൈം എന്ന് പറഞ്ഞത് വളരെ ഇമ്പോർട്ടൻ്റ് ആയി വന്നാൽ അവിടെയും ടൈമിനെ നമ്മൾ എസൻസ് ആയി പരിഗണിക്കും. അതായത് ഇപ്പോൾ നമ്മൾ പറഞ്ഞ ഇപ്പോൾ ഹോസ്പിറ്റൽ കേസ് അങ്ങനത്തെ എന്തെങ്കിലും സാഹചര്യമൊക്കെ വന്നാൽ ടൈം എന്ത് ചെയ്യും, എസൻസ് ആയിട്ട് പരിഗണിക്കും. അടുത്തത് വേർ ടൈം ഈസ് നോട്ട് ആൻ എസൻസ്. അതായത് ചില കോൺട്രാക്റ്റിൽ ടൈം എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമല്ല, എസൻസ് ആയിട്ടുള്ള കാര്യമല്ല. അത് ഏതൊക്കെ സാഹചര്യത്തിലാണെന്ന്. ഒന്നാമത്തെ സാഹചര്യം, ദ പാർട്ടീസ് ഹാവ് നോട്ട് എക്സ്പ്രസ്ലി അഗ്രീഡ് ടു ട്രീറ്റ് ദ ടൈം ആസ് ദ എസൻസ് ഓഫ് ദി കോൺട്രാക്റ്റ്. അതായത് കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്ന സമയത്ത് ആ കോൺട്രാക്റ്റിലുള്ള പാർട്ടികൾ ടൈം അത്ര വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊന്നും അവർ പറഞ്ഞിട്ടില്ല. ഓക്കെ, ഇന്ന സമയത്ത് ഇന്ന ചെയ്യണം, അങ്ങനെ വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊന്നും പറഞ്ഞിട്ടില്ല. അത്തരം സാഹചര്യങ്ങളിൽ ടൈം എന്തല്ല, ആ കോൺട്രാക്റ്റിൽ ടൈം ഒരു എസൻസ് അല്ല. ഓക്കെ. അടുത്തതോ, ദ ഡിലേ ഡസ് നോട്ട് എഫക്റ്റ്. ടൈം കുറച്ച് വൈകിയാലും അത് ആർക്കും കോൺട്രാക്റ്റിലുള്ള ഒരു പാർട്ടിക്കും പ്രത്യേകിച്ച് നഷ്ടമൊന്നും വരുത്തുന്നില്ല. അപ്പോൾ അപ്പോഴും എന്തല്ല, ടൈം ഒരു എസൻസ് അല്ല. മൂന്നാമത്തതോ, ദ നേച്ചർ ഓഫ് ദ കോൺട്രാക്റ്റ് ഡസ് നോട്ട് റിക്വയർ. ആ കോൺട്രാക്റ്റിൻ്റെ സ്വഭാവം വെച്ചിട്ടും എന്തല്ല, ടൈം എന്ന് പറഞ്ഞത് അത്ര വലിയ അത്യാവശ്യമുള്ള ഒരു കോൺട്രാക്റ്റൊന്നും അല്ല. ആ കോൺട്രാക്റ്റിൻ്റെ സ്വഭാവം അങ്ങനെയാണ്, അവിടെ ടൈം വലിയ പ്രശ്നമല്ല. അപ്പോൾ അത്തരത്തിലും എന്തല്ല, അവിടെയും എന്തല്ല, ടൈം ഒരു എസൻസ് അല്ല. ഓക്കെ, ഇത് മൂന്നുമാണ് ടൈം എസൻസ് അല്ലാത്ത സാഹചര്യങ്ങൾ. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ടൈം എസൻസ് ആയിട്ടുള്ള സാഹചര്യങ്ങൾ. ഇനി കോൺട്രാക്റ്റ് വിച്ച് നീഡ് നോട്ട് ടു ബി പെർഫോമഡ്. എന്തൊക്കെ പറഞ്ഞത്? കോൺട്രാക്റ്റ് വിച്ച് നീഡ് നോട്ട് ടു ബി പെർഫോമഡ്. ഓക്കെ, നമുക്ക് ചില കോൺട്രാക്റ്റ് നമുക്ക് ചെയ്യേണ്ടതില്ല. അതായത് ആ കോൺട്രാക്റ്റ് പൂർത്തീകരിക്കേണ്ട ആവശ്യം നമുക്കില്ല. അത് ഏതൊക്കെ രീതിയിലുള്ള കോൺട്രാക്റ്റാണ്? അതായത് നമ്മളിപ്പോൾ ഏതെങ്കിലും കാര്യത്തിൽ കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടു, എന്നാൽ ചില കോൺട്രാക്റ്റുകളാണെങ്കിൽ ആ കോൺട്രാക്റ്റ് പെർഫോം ചെയ്യണമെന്ന് നമുക്ക് നിർബന്ധമില്ല. അത് ഏതൊക്കെ കോൺട്രാക്റ്റാണ്? ഒന്ന്, വെൻ ഇറ്റ്സ് പെർഫോമൻസ് ബിക്കം ഇമ്പോസിബിൾ. അതായത് ആ കോൺട്രാക്റ്റ് പൂർത്തീകരിക്കുക എന്നുള്ളത് വളരെ ഇമ്പോസിബിളാണ്. അതായത് ഒരു വ്യക്തിക്ക് ചെയ്യാൻ പറ്റാത്ത ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ് കോൺട്രാക്റ്റിലുള്ളത്. അപ്പോൾ പിന്നെ നമുക്ക് ചെയ്യേണ്ടതില്ല. ഓക്കെ, അപ്പോൾ അവിടെ എന്തില്ല, ആ കോൺട്രാക്റ്റ് പൂർത്തീകരിച്ചില്ലെങ്കിൽ നമുക്ക് എന്തില്ല, ലീഗലായിട്ടുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. കാരണം എന്താ, അത് ഇമ്പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക, ഇമ്പോസിബിൾ ആയിട്ടുള്ള ഒരു പ്രവൃത്തിയാണ് കരാറിൽ പറഞ്ഞിട്ടുള്ളതെങ്കിൽ അത് ചെയ്യേണ്ടതില്ല. രണ്ടാമത്തതോ, വെൻ ദ പാർട്ടീസ് ടു എ കോൺട്രാക്റ്റ് അഗ്രി ടു സബ്സ്റ്റിറ്റ്യൂട്ട് എ ന്യൂ കോൺട്രാക്റ്റ് ഫോർ ഇറ്റ് ഓർ ടു ക്യാൻസൽ ഓർ ആൾട്ടർ ഇറ്റ്. അതായത് നിലവിലുള്ള കോൺട്രാക്റ്റ് ഒഴിവാക്കിയാണ്ട് അതിന് പകരം പുതിയൊരു കോൺട്രാക്റ്റ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അതിലുള്ള പാർട്ടികൾ, കോൺട്രാക്റ്റുള്ള പാർട്ടീസ് തീരുമാനിച്ചു. അങ്ങനെ തീരുമാനിച്ചാൽ എന്ത് ചെയ്യാം, നിലവിലുള്ള കോൺട്രാക്റ്റ് അതോടുകൂടി ചെയ്യേണ്ടതില്ല അല്ലേ? നിലവിലുള്ള കോൺട്രാക്റ്റ് പിന്നെ ചെയ്യേണ്ടതില്ലല്ലോ. നിലവിലുള്ള കോൺട്രാക്റ്റ് ചെയ്യുന്നതിൽ നിന്ന് ആ പാർട്ടീസ് എന്തായി, ഫ്രീ ആയി. കാരണം അവർ ഓൾറെഡി തീരുമാനിച്ച് പകരം പുതിയൊരു കോൺട്രാക്റ്റ്. അപ്പോൾ പകരം പുതിയൊരു കോൺട്രാക്റ്റ് കൊണ്ടുവരാൻ തീരുമാനിച്ചതോടുകൂടി പിന്നെ പഴയ കോൺട്രാക്റ്റ് അവർ പെർഫോം ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ. അടുത്തത്, വെൻ ദ കോൺട്രാക്റ്റ് ബിക്കംസ് ഇല്ലീഗൽ. ആ കോൺട്രാക്റ്റിൽ പറഞ്ഞിട്ടുള്ള കാര്യം ചെയ്താൽ അതൊരു ഇല്ലീഗൽ ആക്ടിവിറ്റി ആണെങ്കിൽ, അതായത് എന്തെങ്കിലും നിയമപരമായി പ്രശ്നം ഉണ്ടാക്കുന്ന ശിക്ഷാർഹമായിട്ടുള്ള ഇല്ലീഗലായിട്ടുള്ള വല്ല കാര്യങ്ങളുമാണെങ്കിൽ അത്തരത്തിലുള്ള കോൺട്രാക്റ്റ് ചെയ്യേണ്ടതില്ല. അടുത്തത്, വെൻ ദ പ്രോമിസി റിലീസസ് ഫ്രം ഇറ്റ്സ് ഒബ്ലിഗേഷൻ ഓർ എക്സ്ക്യൂസസ് ഫോർ ഇറ്റ്സ് പെർഫോമൻസ്. അതായത് പ്രോമിസി, അതായത് കരാറ്, ആരോടാണോ നമ്മൾ കരാറിൽ ഏർപ്പെട്ടത്, ഏത് വ്യക്തിക്കാണോ നമ്മൾ ഇന്ന ഒരു കാര്യം ചെയ്തു കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുള്ളത്, ആ വ്യക്തി നമ്മോട് പറഞ്ഞ് അത് ചെയ്യേണ്ട ആവശ്യമില്ല, അതിൻ്റെ ഉത്തരവാദിത്വത്തിൽ നിന്നും ആ വ്യക്തി നമ്മൾ ഒഴിവാക്കിയാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്ത് രക്ഷപ്പെട്ട് ആ കരാർ പൂർത്തിയാക്കേണ്ട ആവശ്യമില്ല. ഒരു എക്സാമ്പിൾ പറയുകയാണ്, ഇപ്പോൾ ഞാൻ ഒരു വ്യക്തിയോട്, ഒരു രാജൻ എന്ന് പറഞ്ഞൊരു വ്യക്തിയോട് ഞാൻ പറഞ്ഞ് എന്ത്, അടുത്ത മാസം ഞാൻ നിങ്ങൾക്ക് തരാനുള്ള 50,000 രൂപ ഞാൻ നിങ്ങൾക്ക് അടുത്ത മാസം 15-ാം തീയതി ആകുമ്പോഴേക്ക് തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ആ ഡേറ്റ് ആകുന്ന സമയത്ത് രാജൻ എന്ന് പറഞ്ഞ വ്യക്തി എന്നോട് പറഞ്ഞ്, നിങ്ങൾ എനിക്ക് തരേണ്ടതില്ല, ഞാൻ നിങ്ങളെ ആ ബാധ്യതയിൽ നിന്ന് ഒഴിവാക്കുന്നു എന്ന് പറഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, എനിക്ക് ആ കോൺട്രാക്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അതായത് 50,000 രൂപ കൊടുക്കേണ്ടതില്ല, അതിൽ നിന്നും ഞാൻ ഫ്രീ ആയി. ഓക്കെ. അടുത്തത്, ഇഫ് ദ കോൺട്രാക്റ്റ് ഫെയിലർ ഈസ് കോസ്ഡ് ബൈ ദ പ്രോമിസീസ് നെഗ്ലക്റ്റ് ഓർ റെഫ്യൂസൽ. അടുത്തൊരു കേസ് എന്ന് പറഞ്ഞാൽ
ഏതെങ്കിലും സാഹചര്യത്തിൽ കോൺട്രാക്റ്റ് ഫെയിലർ ആയാൽ അല്ലെങ്കിൽ കോൺട്രാക്റ്റ് പെർഫോമൻസ് ചെയ്യുന്നത് തടസ്സപ്പെട്ടാൽ എങ്ങനെ ആ തടസ്സപ്പെടാനുള്ള കാരണം ഫെയിലർ ആകാനുള്ള കാരണം പ്രോമിസി ആണെങ്കിൽ പ്രോമിസി ആണെങ്കിൽ അപ്പോൾ എന്ത് ചെയ്യും പ്രോമിസർ ആ കരാറ് ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എ എന്ന് പറഞ്ഞ വ്യക്തി ബി എന്ന വ്യക്തിയോട് ഒരു ഇന്ന ഡേറ്റ് ഇപ്പോൾ അടുത്ത ആഴ്ച ഞാൻ എനിക്ക് ഇന്ന കാര്യം ചെയ്ത് എന്തെങ്കിലും ഒരു കാര്യം ചെയ്തു തരാം എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞ സമയത്ത് ആ ഡേറ്റ് വന്ന് അടുത്ത ആഴ്ചയായി ആ ഡേറ്റ് വന്ന സമയത്ത് എന്തില്ല ആ പ്രോമിസി അതായത് എ ബിക്കാണ് ചെയ്തു കൊടുക്കുന്നത് വെച്ചെങ്കിൽ ബി ആ നിശ്ചിത സ്ഥലത്തില്ല. ബി അവിടുന്ന് എവിടേക്കോ പോയിട്ടുണ്ട് അല്ലെങ്കിൽ വേറെ രാജ്യത്തേക്കോ വേറെ സ്റ്റേറ്റിലേക്കൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ എ ബീനെ സമീപിച്ച സമയത്ത് ബി അവിടെ ഇല്ല എന്നറിയാൻ കഴിഞ്ഞു. അപ്പം അത് ബീൻ്റെ ഒരു പ്രശ്നമാണ് അല്ലേ, കാരണം എ ചെയ്തു കൊടുക്കാൻ റെഡിയാണ് പക്ഷെ ബി അവിടെ ഇല്ല. ആ കാര്യം കോൺട്രാക്റ്റ് അപ്പോൾ അവിടെ പൂർത്തീകരിക്കാൻ കഴിയില്ല. അപ്പം പിന്നെ എന്തില്ല എ ആ കോൺട്രാക്റ്റിൽ നിന്ന് രക്ഷപ്പെട്ടു. ആ കോൺട്രാക്റ്റ് ചെയ്യേണ്ട ആവശ്യം പിന്നെ ഏക്കില്ല, കാരണം അത് ഫെയിലർ ആയുള്ള കാരണം ആരാണ്? പ്രോമിസറല്ല, പ്രോമിസി ആയിട്ടുള്ള ബി ആണ്. അതുകൊണ്ട് എന്ത് ചെയ്യില്ല എക്ക് ആ കരാറ് പൂർത്തീകരിക്കേണ്ട ആവശ്യം ഇല്ല. ഇത്രയൊക്കെയാണ് നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്ത ടോപ്പിക്ക്. വളരെ തുടർച്ചയായിട്ട് ഇത് കുറച്ച് കൂടുതലുള്ള വീഡിയോ ആണ്. വളരെ ശ്രദ്ധിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ഈ ടോപ്പിക്ക് മനസ്സിലാവുള്ളൂ. കൃത്യമായിട്ട് മനസ്സിലാക്കുക, നോട്ട്സ് എഴുതിയെടുക്കുക. താങ്ക് യു.